നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ രാധികയും മുത്തശ്ശി തന്നെ ഒന്ന് ചേർക്കും. പാവം, ജീവിതത്തിൽ ഒരു നല്ല സ്വപ്നം പോലും അയാൾ കണ്ടിട്ടില്ല. സ്വപ്നങ്ങളുടെ നിറമുള്ള യാഥാർത്ഥ്യങ്ങൾ അയാൾക്ക് കാണിച്ചു കൊടുക്കണം. ഒരു നിമിഷം പോലും രാധിക ഇപ്പൊ കിടക്കുന്ന മുറിയിൽ കിടക്കാൻ പാടില്ല. ചെന്ന് ഞാൻ പറഞ്ഞ ചെയ്യ. ആ ചെല്ലേ. പിന്നെ ഗസ്റ്റ് നീ ഇവിടെ ഇരുന്ന് വീശി കൊടുക്കാൻ പറയോ? മോള് ഈ മുറിയിൽ കിടന്നാ മതി. അയ്യോ മുത്തശ്ശി, എനിക്ക് ഇത്ര വലിയ മുറിയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ അവിടെ കിടന്നോളാം. ഞാൻ പറഞ്ഞാൽ അനുസരിക്കാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ആ മുത്തശ്ശി, അതുകൊണ്ടല്ല. ഇവിടെ കിടന്നാ മതി. പ്രിയങ്ക, കുടിക്കാൻ വെള്ളം കൊണ്ട് വെക്ക. രാത്രി വല്ലതും കഴിക്കുന്ന ശീലമുണ്ടോ കുട്ടിക്ക്? വല്ല ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, പ്രാർത്ഥിച്ചു കിടന്നാൽ ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. പ്രിയെ, നീ അതൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. ഞാൻ വേണ്ടേ ചേച്ചി, ഞാൻ ചെയ്തോളാം. ചേച്ചി ഇവിടെ നിൽക്കുമ്പോ ചേച്ചിയെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കല്ലേ? ഈ ചെറിയമ്മ എന്തിനാ ചേച്ചി അവിടെ കൊണ്ട് കിടത്തിയെന്നാ എനിക്ക് മനസ്സിലാവാത്ത. പ്രിയങ്ക അറിഞ്ഞിരുന്നെങ്കിലേ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു രാധിക. അത്രയ്ക്ക് സ്നേഹ പ്രിയങ്കയ്ക്ക് തന്നോട്. അപ്പൊ ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ആ മോളെ, രാത്രി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ശരി മുത്തശ്ശി. ഞാൻ ഉറങ്ങാൻ ലേറ്റാവും. ഇനി അഥവാ മുത്തശ്ശി ഉറങ്ങിപ്പോയാലും എന്നെ വിളിച്ചാൽ മതി. നീ ഉറങ്ങിക്കോടാ, അതാ നല്ലത്. ഞാൻ പോയിക്കോട്ടെ മുത്തശ്ശി. ആ ചേച്ചി, ഗുഡ് നൈറ്റ്. ആ എന്നാ പിന്നെ നമ്മളും പോവല്ലേ? അല്ല, മുത്തശ്ശി വേണമെങ്കിൽ കുറച്ചു നേരം ഇവിടെ സംസാരിച്ചോണ്ടിരുന്നു. അയാൾ ഈ മുറിയൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടട്ടെ. മോളെ, വാതിലടച്ച് കിടന്നോ. വാ ഓടാ, വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വരാ. നിങ്ങളൊക്കെയാ എന്റെ റോൾ മോഡൽസ്. ആണുങ്ങളുടെ മനസ്സിളക്കി മറിക്കാൻ നിങ്ങളൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നത്?
വരുൺ, ഇനി മുതൽ നീ എന്നിൽ നിന്ന് കണ്ണെടുക്കില്ല. എന്നിൽ നിന്ന് അകലാനാ ശ്രമമെങ്കിൽ അടുപ്പിക്കാനും എനിക്കറിയാം. മുത്തശ്ശി കൂടെയുള്ളപ്പോൾ ഒന്നും പേടിക്കാനില്ല. എന്നെയും രാധികയും മുത്തശ്ശി തന്നെ ഒന്ന് ചേർക്കും. പാവം, ജീവിതത്തിൽ ഒരു നല്ല സ്വപ്നം പോലും അയാൾ കണ്ടിട്ടില്ല. സ്വപ്നങ്ങളുടെ നിറമുള്ള യാഥാർത്ഥ്യങ്ങൾ അയാൾക്ക് കാണിച്ചു കൊടുക്കണം. വരുൺ, നിലാവ് കാണാണോ? യെസ്. എനിക്കും ഇഷ്ടം. എനിക്കിഷ്ടമല്ല. ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുമ്പോഴേ അടുത്ത ആരും ഉണ്ടാവുന്ന എനിക്കിഷ്ടമല്ല. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തല്ലേ പറ്റൂ. അത് ഭാര്യാഭർത്താക്കന്മാരെ തമ്മിലല്ലേ, നമ്മൾ തമ്മിലല്ലല്ലോ. വരുൺ, ഞാൻ വരുണിനോട് സോറി പറയാൻ വന്നതാ. അതിന്റെ ആവശ്യം എന്താ? ഞാൻ വെറുതെ കുറെ സ്വപ്നങ്ങളുടെ പുറകെ പോയി. കയ്യിലിരുന്ന രത്നം നഷ്ടപ്പെടുത്തിയിട്ട് മിന്നാമിനിങ്ങിന്റെ പിന്നാലെ പോയതുപോലെ. പക്ഷേ ഒരു ഗുണമുണ്ടായി. കണക്ക് പറഞ്ഞ് ഇവിടുന്ന് പോവാൻ ശ്രമിച്ചപ്പോഴാ നഷ്ടത്തിന്റെ വേദന എനിക്ക് മനസ്സിലായത്. എനിക്ക് വരുണിനെ ഉപേക്ഷിച്ച് ഒരിക്കലും പോവാൻ പറ്റില്ല. വരുണിനെ ഞാൻ ശരിക്കും അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അല്ല, ഈ പറഞ്ഞതിന്റെ വില എത്രയാ? വലിയ വിശദീകരണം ഇല്ലാതെ അതൊന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തരാൻ സൗകര്യമായിരുന്നു. കളിയാക്കിക്കോ, പക്ഷേ ഞാൻ എന്റെ തീരുമാനം പറയാം. ഇനി മുതൽ ഞാൻ വരുണിനെ സത്യസന്ധമായി സ്നേഹിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.